നമസ്കാരം. അവസാനം PC ജോർജിനും കിട്ടി 2 തുള്ളി. ഈ 2 തുള്ളി എന്താണ് എന്ന് എന്നെ ശ്രവിക്കുന്ന ഭൂരിപക്ഷം ആളുകളും പെട്ടെന്ന് തിരിച്ചറിയും എന്നതാണ് എൻ്റെ പ്രതീക്ഷ. എന്നാൽ ആർക്കെങ്കിലും അതിന് സാധിക്കാതെ പോകുന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നതിനായി അതിൻ്റെ പശ്ചാത്തലം 1-2 വാക്കുകളിൽ മാത്രം ഒന്ന് സൂചിപ്പിക്കട്ടെ. BJPയിൽ പ്രവേശിക്കുന്നതിനുള്ള പശ്ചാത്തലമൊരുക്കാൻ PC ജോർജ് ഉപയോഗിച്ച പല തന്ത്രങ്ങളിലൊന്ന് കേരളത്തിൽ വർഗീയ വിദ്വേഷം അഴിച്ചുവിടാൻ താല്പര്യമുള്ളൊരു പാർട്ടിയാണ് BJP എന്ന് തിരിച്ചറിഞ്ഞിട്ട്, അത് പ്രത്യേകിച്ച് ഇസ്ലാമിക സമൂഹത്തിന് എതിരെ ഉള്ള ആ വെറുപ്പ് അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തി ഒറ്റപ്പെടുത്തി ഒരു രാഷ്ട്രീയ ശിഥിലീകരണം, ധ്രുവീകരണം മൂലം ഇലക്ഷൻ സംബന്ധമായ നേട്ടങ്ങൾ കൈവരിക്കാം എന്ന BJPയുടെ എല്ലാവർക്കും അറിയാവുന്ന തന്ത്രം, അത് സമർത്ഥമായി പ്രയോഗിച്ച് BJPയുടെ ഉള്ളിലേക്ക് ഒരു രാജകീയമായ സ്വീകരണം കൈപ്പറ്റാം എന്ന താല്പര്യത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവനയാണ്. അത് ആ കാലത്ത് വളരെ വിവാദമായിരുന്നു. അനേകം ആളുകൾ അനേക ചർച്ചകളിൽ അത് ഇടം പിടിച്ചിരുന്നു. കേരളം പൊതുവെ ഇതിനെപ്പറ്റി ബോധമുള്ളവരാണ്. അദ്ദേഹം അന്ന് പറഞ്ഞത്, നിങ്ങൾ മുസ്ലിംസ് നടത്തുന്ന ഹോട്ടലുകളിലോ ചായക്കടകളിലോ പോയി ഒന്നും കഴിക്കരുത്. കാരണം അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചാൽ അവർ നിങ്ങൾക്കായി പാചകം ചെയ്ത് കൊണ്ടുവരുന്ന ആഹാരത്തിൽ നിങ്ങൾ കാണാതെ 2 തുള്ളി ഒഴിക്കും. 2 തുള്ളി ഒഴിക്കും. അതെന്തിന് ഒഴിക്കും? നിങ്ങളെ വന്ധീകരിക്കുന്നതിന് വേണ്ടി ഒഴിക്കും. അപ്പോൾ മുസ്ലിങ്ങളുടെ ഹോട്ടലുകളിൽ നിന്നോ റെസ്റ്റോറൻറ്റുകളിൽ നിന്നോ ചായക്കടകളിൽ നിന്നോ തട്ടുകടകളിൽ നിന്നോ നിങ്ങൾ എന്തെങ്കിലും കഴിച്ചാൽ നിങ്ങൾ വന്ധീകരിക്കപ്പെടും. നിങ്ങളുടെ ഭാവി അപകടത്തിലാകും. നിങ്ങളുടെ തലമുറകൾ ജീവിക്കാതെ കൊല്ലപ്പെട്ടു പോകും. ഇങ്ങനെയുള്ള സമർത്ഥമായ പ്രസ്താവനകൾ അദ്ദേഹം നടത്തി. എന്നാൽ അതിന് ആധാരമായ എന്തെങ്കിലും തെളിവ് കൊടുക്കുകയോ അല്ലെങ്കിൽ എത്ര ഉത്തരവാദിത്വ ബോധത്തോടെയാണ് താനിത് പറയുന്നത്, അതിന് വസ്തുതാപരമായ എന്തെങ്കിലും പ്രാബല്യമുണ്ടോ, അടിസ്ഥാനമുണ്ടോ എന്നൊന്നും തെളിയിക്കുവാനുള്ള ചുമതല ശ്രീ PC ജോർജിന് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം അങ്ങനെ ചുമതല ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുമല്ല. വായിൽ വരുന്നത് എന്തും എപ്പോഴും വിളിച്ചു പറയുവാൻ തനിക്ക് ജന്മനാ ഒരു ലൈസൻസ് കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ USP, രാഷ്ട്രീയ മുഖമുദ്ര എന്നത് ഏവർക്കും അറിയാം. അതുകൊണ്ട് എന്തും പറയാം, പറഞ്ഞിട്ട് അതിൻ്റെ ലാഭം കിട്ടിയാൽ നന്ന്, ഇല്ലെങ്കിൽ നാളെ മറ്റെന്തെങ്കിലും പറയാം. അപ്പം അങ്ങനെ അദ്ദേഹം പരാമർശിച്ചു പോയ 2 തുള്ളി അതിപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നു. ആഹാരത്തിൽ കൂടെയുള്ള ഭക്ഷണപരമായ തുള്ളിയല്ല, തനി രാഷ്ട്രീയ തുള്ളി തന്നെ BJP അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്നു. രാഷ്ട്രീയമായ ഒരു വന്ധ്യംകരണത്തിന് ശ്രീ PC ജോർജും അദ്ദേഹത്തിൻ്റെ ഓമനപുത്രനും ഇരയായിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന യാഥാർത്ഥ്യമെന്ന് ഞാൻ അല്പം ഒന്ന് സൂചിപ്പിക്കുക മാത്രമാണ്. ഞാനത് സൂചിപ്പിക്കുന്ന മറ്റൊരു കാര്യം പറയാനാണ്. ഇന്നും ഇന്നലെയും PC ജോർജ് പറഞ്ഞത് BJP കാണിച്ചത് വലിയ മണ്ടത്തരമാണ്. അദ്ദേഹം BJP കാണിച്ചെന്നല്ല പറയുന്നത്. അദ്ദേഹം പറയുന്നത് കേരളത്തിലെ BJP സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചത് ശ്രീ പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും കൂടെയാണ്. അങ്ങനെ ഒരു കൊനഷ്ടുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാൻ വയ്യായിരുന്നു. അദ്ദേഹം വിചാരിച്ചു സാക്ഷാൽ BJPക്കാരാണ് അവരുടെ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അങ്ങനെയല്ല.
BJPയുടെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് പിണറായി വിജയനും വെള്ളാപ്പള്ളി നടേശനും കൂടെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വലിയ ഇരട്ടടി അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പക്ഷം. ജനപക്ഷമല്ല, PC ജോർജിൻ്റെ പക്ഷം. അപ്പോൾ ഇത് അദ്ദേഹം ഒരു സീറ്റ് കിട്ടുമെന്ന് ഉറപ്പിക്കാൻ കാര്യം, BJPയിൽ ചേരുന്നതിന് തൊട്ട് മുൻപും ചേർന്നതിന് ശേഷവും PC ജോർജ് ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, അല്ലെങ്കിൽ ഉന്നയിച്ചൊരു അവകാശം, താൻ BJPയിലേക്ക് പോകുന്നത്, BJPയിൽ ലയിക്കുന്നത് കേരളത്തിലെ എല്ലാ ബിഷപ്പന്മാരുടെയും അനുവാദത്തോടും അനുഗ്രഹത്തോടും കൂടെയാണ്. മാത്രവുമല്ല, തനിക്ക് ഇങ്ങനെ ഒരു അവസരം BJP കൊടുത്താൽ മറ്റുള്ള എല്ലാ മണ്ഡലങ്ങളിലും BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് കൊടുക്കണമെന്ന് മെത്രാന്മാർ അവരുടെ അനുയായികളോട് പറയും. അങ്ങനെ കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനികളും, ഏതാണ്ട് 60-65 ലക്ഷം വരുന്ന കേരളത്തിലെ ക്രിസ്ത്യാനികൾ മുഴുവനും BJPക്ക് വോട്ട് കൊടുക്കും. അപ്പോൾ PC ജോർജ് ഒരു വ്യക്തിയല്ല, 65 ലക്ഷം വോട്ടുകളുടെ ആ കൂമ്പാരത്തിൻ്റെ മുകളിലിരിക്കുന്ന ഒരു മാന്യനാണ് എന്ന ഒരു ധാരണ BJP വൃത്തങ്ങളിൽ പടരേണ്ടതിന് അദ്ദേഹം നന്നേ ശ്രമിച്ചു. ആവർത്തിച്ച് പറഞ്ഞു. വാസ്തവത്തിൽ ഞാനും വിചാരിച്ചു BJP കേന്ദ്ര നേതൃത്വം ഇത് വിഴുങ്ങുമെന്ന് വിചാരിച്ചു. കാരണം അവർക്ക് കേരളത്തിൽ എവിടെയെങ്കിലും ഒന്ന് കാലുകുത്താൻ, ഒരു സീറ്റ് കിട്ടാൻ അതീവ മോഹത്തിലാണ്. മറ്റേതെങ്കിലും സംസ്ഥാനത്തിൽ അവർക്ക് 100 സീറ്റ് കിട്ടുന്നത് കേരളത്തിൽ ഒരു സീറ്റ് കിട്ടുന്നത് ഏതാണ്ട് തുല്യമാണ്. അപ്പോൾ അങ്ങനെ ആർത്തിയോടെ ഇരിക്കുന്നത് നേതൃത്വം ഇപ്രകാരം PC ഇടുന്ന ചൂണ്ട വിഴുങ്ങും എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. അപ്പോൾ ഇവിടെ വളരെ വളരെ ശ്രദ്ധേയമായ ഒരു, നമുക്കേവർക്കും ഒരു പക്ഷേ പ്രത്യാശയോ അല്ലെങ്കിൽ ആശ്വാസമോ അല്പം പ്രദാനം ചെയ്യാൻ പര്യാപ്തമായ ഒരു തത്വം അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം ഇവിടെ മറഞ്ഞിരിപ്പുണ്ട്. അത് മാത്രം നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് എൻ്റെ ലക്ഷ്യം. അതായത് BJPക്കാർ ഇതാ മണത്തറിഞ്ഞിരിക്കുന്നു, കേരളത്തിലെ ക്രിസ്ത്യാനികൾ മെത്രാന്മാർ പറയുന്നത് പോലെ നൃത്തം ചെയ്യുന്നവരല്ല. മെത്രാന്മാർ കുഴലൂതിയാൽ കേരളത്തിലെ ക്രിസ്ത്യാനികൾ അതിനനുസരിച്ച് നൃത്തം ചെയ്യുകയില്ല. മെത്രാന്മാർ പറയുന്നത് പോലെ അവർ വോട്ട് ചെയ്യുകയില്ല. അതുകൊണ്ട് മെത്രാന്മാരുടെ അനുഗ്രഹമുണ്ട്, സപ്പോർട്ടുണ്ട്, അവരുമായി ഒരു ഗോപ്യമായ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എന്ന് പറയുന്നതിന് ഒരു വിലയുമില്ല, അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതൊരു വലിയ തിരിച്ചറിവാണ്. വാസ്തവത്തിൽ എത്ര സൂക്ഷ്മമായിട്ടാണ് BJP സെൻട്രൽ നേതൃത്വം ഓരോ സംസ്ഥാനത്തിലും സ്ഥിതി ചെയ്യുന്ന യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുന്നത്, മനസ്സിലാക്കുന്നത് എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണിത്. ഒരുപക്ഷെ ഇന്ന് കേരളത്തിലുള്ള അനേക ക്രിസ്ത്യാനികൾ നമ്മുടെ അവസ്ഥയെ മനസ്സിലാക്കുന്നതിനേക്കാൾ സൂക്ഷ്മമായി അങ്ങ് ദൂരെ ഡൽഹി കേന്ദ്രീകൃതമായ BJP നേതൃത്വം കേരളത്തിലെ ക്രിസ്തീയ സമൂഹത്തിൻ്റെ നിജസ്ഥിതി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതായത് മെത്രാന്മാർ ആർക്കെങ്കിലും വോട്ട് കൊടുക്കണമെന്ന് പ്രസ്താവിച്ചാൽ അല്ലെങ്കിൽ നിർദ്ദേശിച്ചാൽ ബഹുഭൂരിപക്ഷം ആളുകളും അതിനെതിരായി വോട്ട് ചെയ്യും. മെത്രാന്മാരുടെ സപ്പോർട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ തോറ്റു എന്നാണ് അർത്ഥം എന്ന് BJP മനസ്സിലാക്കി. അല്ലെങ്കിൽ തീർച്ചയായും PC ജോർജിനെ പത്തനംതിട്ടയിൽ നിന്ന് തന്നെ മത്സരിപ്പിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. PC ജോർജ് പത്തനംതിട്ടയിൽ നിന്ന് മത്സരിച്ചിരുന്നുവെങ്കിൽ 8 നിലയ്ക്ക് പൊട്ടുമായിരുന്നു. PC ജോർജ് കേരളത്തിലെ ഏത് ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും കെട്ടിവെച്ച തുക തിരിച്ചു കിട്ടുകയില്ല BJPയുടെ ടിക്കറ്റിൽ എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. അത് ഏത് മെത്രാൻ നോക്കിയാലും ആ ഒരു അപമാനത്തിൽ നിന്ന് PC ജോർജിനെ രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ഇത് ഞാൻ സന്തോഷത്തോടെ പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ ക്രിസ്തീയ വിശ്വാസികൾ ചില മത വേഷമിട്ട് നടക്കുന്ന ആളുകളുടെ അടിമകളല്ല. അവർ സ്വതന്ത്രമായി ചിന്തിക്കുന്നവരാണ്. അവർ ഉത്തരവാദിത്വ ബോധത്തോടെ പെരുമാറുന്നവരാണ്.
അവർ നമുക്ക് ഭരണഘടന മൂലം ലഭിച്ചിരിക്കുന്ന തിരഞ്ഞെടുപ്പ് സ്വാതന്ത്ര്യത്തെ കൊച്ചാക്കുന്നവരല്ല, വിലമതിക്കുന്നവരാണ്. അത് വളരെ കാര്യക്ഷമമായി അവർ ഉപയോഗിക്കും. അപ്രകാരം ചെയ്യാനുള്ള രാഷ്ട്രീയമായ തിരിച്ചറിവും പ്രബുദ്ധതയും അവർക്കുണ്ട് എന്ന ഒരു വലിയ ആശ്വാസജനകമായ യാഥാർത്ഥ്യം ഇതാ വളരെ സ്പഷ്ടമായി നമുക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഇതിൽ നമുക്ക് സന്തോഷിപ്പാനും ആശ്വസിപ്പാനും വകയുണ്ട് എന്നത് മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുവാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ ഒരു കർത്തവ്യം നിർവഹിച്ച സ്ഥിതിക്ക് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. പി സി ജോർജിന് ആശ്വാസവും ഈ വയസ്സുകാലത്ത് ആരോഗ്യവും നേരുന്നു. അദ്ദേഹം ജനപക്ഷത്തിലേക്ക് തിരിച്ചു പോകുകയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, 2 തുള്ളി രാഷ്ട്രീയ ബന്ധ്യംകരണം ഇനിയും എങ്ങോട്ട് പോകുവാനോ അദ്ദേഹത്തിന് നിവൃത്തിയില്ല. ഒന്നുകിൽ BJPയിൽ തുടർന്ന് പി സി ജോർജ് പറഞ്ഞതുപോലെ തൂപ്പുപണി ചെയ്യുക, അല്ലെങ്കിൽ മൗനമായി വീട്ടിൽ വന്ന് വയസ്സുകാലം സമാധാനത്തോടെ കഴിയുക. പക്ഷേ അതും പ്രശ്നമാണ്. കാരണം അങ്ങനെ ചെയ്താൽ ഓമനപുത്രനായ ഷോണിൻ്റെ രാഷ്ട്രീയ ഭാവി ഭാരതം കണ്ടുപിടിച്ച ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണല്ലോ 0. അപ്പം 0 ഷോൺ ജോർജായിട്ട് മാറും, അല്ലെങ്കിൽ ഷോൺ ജോർജ് 0 മാറും എന്ന് നമുക്കറിയാം. ഏതായാലും ഒരു വലിയ ദുഃഖത്തിന് കാരണമാണ്. ഈ മനുഷ്യന് ഇങ്ങനെ വരേണ്ടിയില്ലായിരുന്നു എന്ന് എനിക്കൊരു തോന്നലുണ്ട്. ഏതായാലും വന്നു. അദ്ദേഹം എങ്ങനെയെങ്കിലും ഈ ഒരു വലിയ വൈതരണി കടക്കട്ടെ, ആശ്വാസം കണ്ടെത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കും.